كما أمرت خفية سواك من يجيب لي أنت تعلم حاجتي وأنت تقلي ساعتي يا إلهي يا إلهي أدعوك يا إلهي يا مجيب دعواتي قاضي الحاجات كما أمرت تضرعا وكما أمرت خفية سواك من يجيب لي أنت تعلم حاجتي وأنت تقلي ساعتي يا إلهي يا إلهي أدعوك يا إلهي يا مجيب دعواتي قاضي الحاجات كما أمرت تضرعا وكما أمرت خفية سواك من يجيب لي أنت تعلم حاجتي وأنت تقلي ساعتي أخطأت ذنبا في الحياة خشيت ذكر السيئات شكيت لك للحسنات إن كنت لست أهلا لفردوس يا إلهي لا أقوى نار جحيمك واغفرا ذنوبي ثم اجعلا سعيدي ودخلا في ساقبين وارحما وعدودي أنت رجائي أنت والي نور فؤادي طهر مرادي ليس لي أحد سواك من ولي فلا نصير ليس عندي من ولي غير عبدك يا رحيم يا إلهي يا إلهي أدعوك يا إلهي يا مجيب دعواتي قاضي الحاجات السلام عليكم കുടയും ബാഗും പേനകളും ഓറഞ്ചാപ്പിൾ മുന്തിരിയും വാങ്ങിത്തന്നോരാരാണ് ഉപ്പ എന്നോട് പൊന്നുപ്പ കരളാം എന്നോട് പൊന്നുപ്പ എന്നുപ്പാക്കും ഉമ്മാക്കും ഗുണമേകിനായ അല്ലാ പുത്തനുടുപ്പും പുസ്തകവും ഒരു യാത്രാ സംഘം കിണറ്റിൽ ഒരു കുട്ടിയെ കണ്ടു. ആരാണി കുട്ടി? നമ്മുടെ യൂസഫ് നബി അലൈഹിസ്സലാം. എങ്ങനെയാണ് കുട്ടി കിണറ്റിലെത്തിയെന്നറിയാമോ? സഹോദരന്മാർ കിണറ്റിലിട്ടു. എന്തിന്? അസൂയ കൊണ്ട് തന്നെ. പക്ഷേ അള്ളാഹു ആ കുട്ടിയെ രക്ഷിച്ചു. അദ്ദേഹം ഈജിപ്തിലെ വലിയ രാജാവായി. അതിനിടയിൽ യൂസഫിന്റെ നാട്ടിൽ ഒഴുക്കെ പട്ടിണി. സഹോദരന്മാർ ഭക്ഷണം തേടി ഈജിപ്തിലെത്തി. ഇതെന്ത് കാരണം? താമസാരുടെ എങ്ങനെ എത്തി? അവർ പേടിച്ചെടുക്കാൻ തുടങ്ങി. പക്ഷേ യൂസഫിനെ അവർക്ക് മാപ്പ് നൽകി. നാം പരസ്പരം അസൂയ കാണിക്കാതെ നല്ല കുട്ടികളായി ജീവിക്കുക. എൻ്റെ കഥ ഞാനിവിടെ സംസാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞങ്ങൾ മുട്ടയിൽ നിന്നു പുറത്തേക്ക് വന്നു. ആനന്ദ കാൽമീൻ കാലുവ കാൽമീൻ ചുണ്ട് ചികഞ്ഞിടും പിന്നെ കൊത്തി തിന്നു. ഞങ്ങളുടെ അമ്മ കൊക്കോ വിളിച്ചു. ഓടിയെത്തും കൂടും തീറ്റത്തിന നേരം ഒരു മീനമയോ മകം കശം ദുഃഖ വലിയൊരു പെരുന്നങ്ങ് താടും. പേടിച്ചോടി ഞങ്ങൾ അമ്മയുടെ തന്നെ ചിറകുന്നോട് നന്നായി ഒളിപ്പിച്ചു. പക്ഷേ സോദരൻ ഓടിയെത്തും മുമ്പ് ശക്തനായ പെരുന്തിറഞ്ചു കൊണ്ടുപോയി. നല്ല പാഠം പഠിച്ചു. ദൂരെ ഞങ്ങൾ പോവില്ല. അമ്മയുടെ സമീപ ഭയമില്ല ലേശം. ഒന്നെന്ന്
ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. രണ്ടെന്ന് ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാല് യാത്രക്ക് നല്ലതെന്ന്. മൂന്നിന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാല് യാത്രക്ക് നല്ലതെന്ന്. നാലെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗമെന്ന്. നാലെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗമെന്ന്. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ആറുണ്ട് വിശ്വാസകാര്യമെന്ന്. ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ആറുണ്ട് വിശ്വാസകാര്യമെന്ന്. ഏഴെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, തണലേഴുവർക്കായി നൽകുമെന്ന്. ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, തണലേഴുപേർക്കായി നൽകുമെന്ന്. എട്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, പെട്ടെന്ന് മരണം വന്നെത്തുമെന്ന്. ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, പെട്ടെന്ന് മരണം വന്നെത്തുമെന്ന്. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഫള്ളാണല്ലോ നമസ്കാരം, സമയം തെറ്റാൻ പാടില്ല, ഒഴിവാക്കാനും പറ്റൂല. ഉച്ചക്കുള്ള ദുഹറാണ്, വൈകുന്നേരം അസറാണ്, മഗ്‌രിബ് വേണ്ടത് സന്ധ്യയ്ക്ക്, പിന്നെ ഇശാഉം അന്തിക്ക്, പുലരാനേരം സുബ്ഹാണ്, അഞ്ചും ചെയ്യൽ ഫറളാണ്, ചെയ്താൽ പൂവാ സ്വർഗ്ഗത്തിൽ, ചെയ്യാത്തോരോ നരകത്തിൽ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കേണ്ടതാണ്. ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്താനങ്ങളാണ് മുസ്ലിങ്ങൾ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് നന്ദി മാത്രമാണ്. ചെറുപ്പത്തിൽ നമ്മെ സ്നേഹിച്ചും ലാളിച്ചും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുമാണ് അവർ നമ്മെ പോറ്റി വളർത്തിയത്. അള്ളാഹുവിനെയും റസൂലിനെയും കഴിഞ്ഞാൽ ഏറ്റവും കടപ്പെട്ടവർ മാതാപിതാക്കളാണ്. അവരെ വെറുത്താൽ അവരെ വെറുക്കുന്നത് അള്ളാഹു കഠിനമായി വിരോധിച്ചിരിക്കുന്നു. അവർക്ക് രോഗം പിടിപെട്ടാലും വാർദ്ധക്യം ബാധിച്ചാലും അവർക്ക് വേണ്ടി നാം ബുദ്ധിമുട്ടിയാൽ പടച്ചവനിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കും. അള്ളാഹു പറയുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു
ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കൾക്ക് വാർദ്ധക്യം ബാധിച്ച് നമ്മുടെ അടുത്തുണ്ടായാൽ അവരോട് വളരെ നല്ല നിലയിൽ വർത്തിക്കുകയും മാന്യമായ വാക്ക് പറയുകയും വേണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പിതാവിനേക്കാൾ മാതാവിനോട് നമുക്ക് കൂടുതൽ കടപ്പാടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ കുറിച്ച് സന്തുഷ്ടരാണെങ്കിൽ മാത്രമേ അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുകയുള്ളൂ. അവരെ വെറുത്താൽ അല്ലാഹു നമ്മെ വെറുക്കും. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ സമ്പത്തും അവൻ അനുഭവിച്ചിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവന് ഈ ലോകത്ത് വിട്ടേച്ചു പോകാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോലിഹായ സന്താനം അവന് പരലോകത്ത് തുണയാകുന്നു. സ്വർഗത്തിലെ പട്ടുമെത്തകളും ചാരിയിരിക്കുന്ന സോഫകളും മറ്റു സുഖ സൗകര്യങ്ങളും കണ്ടുകണ്ട് ഇതെല്ലാം എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്ന മനുഷ്യനോട് റബ്ബ് പറയും, ഇത് നിന്റെ സന്താനം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്, നീ ആസ്വദിച്ചു കൊള്ളുക. നമ്മെ ഓരോരുത്തരെയും വളർത്തി പരിപാലിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ആ കൊച്ചുവചനം നാം നിങ്ങളെ ഉണർത്തി ഞാൻ നിർത്തുന്നു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എൻ്റെ രക്ഷിതാവേ, ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇവർ എന്നെ വളർത്തിയത് പ്രകാരം ഇവരോട് നീ കരുണ ചെയ്യണമേ. മാതാപിതാക്കളുടെ സംതൃപ്തി കരസ്ഥമാക്കുന്ന നല്ല കുട്ടികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Are you sleeping? Are you sleeping? Sister dear, morning bells are ringing, morning bells are ringing, tin bell, tin tom bell. പൂക്കൾ പോൽ മാനത്ത് മിന്നുന്ന താരത്താൽ പൂന്തോട്ടം മാനത്ത് തീർത്തതാര്. ഭംഗിയാൽ ഭൂമി മൂടി പിടിപ്പിച്ച ഭൂമിതനാഥൻ അല്ലാഹ് തന്നെ. സ്നേഹത്തിൻ അമ്മിഞ്ഞ് പാലൂട്ടും ഉമ്മയെ സ്നേഹത്താൽ നമ്മൾക്ക് തന്നതാര്. കാരുണ്യം കൊണ്ടീ പ്രപഞ്ചം നിറച്ചിടും കാരുണ്യമേകുന്ന റബ്ബു തന്നെ. നമ്മിൽ സദാ സ്നേഹവർഷം ചൊരിയുന്ന നാഥന്റെ സ്നേഹത്തിനെന്തു മാർഗം. മാനത്ത് നിന്നവർ നമ്മൾക്കിറക്കിയ വാക്കുകൾ പ്രാപിച്ചു ജീവിക്കണം. കല്ലുകൾ കത്തിക്കും അന്നയിലെത്തിക്കും ഏറെ വലുതായ പാപമേത്. സൃഷ്ടാവിനെ കേണ്ട നിർത്തന പ്രാർത്ഥങ്ങൾ സ്പർശിക്കു നിൽക്കും ശിർക്കു തന്നെ. നിത്യമായി കർമ്മത്തിൽ നമ്മൾ വരുത്തേണ്ട നിർദ്ദേശമായി വന്ന കാര്യമേത്. നന്മകൾ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് കൃത്യമായി നിസ്കാരം പാലിക്കണം. നിത്യ സ്വഭാവത്തിൽ നമ്മൾ വരുത്തേണ്ട നിർദ്ദേശം വല്ലതും ഓർമ്മയുണ്ടോ. ശബ്ദമുയർത്താതെ വിനിയത്ത കാലടി വെച്ച് നാം മര്യാദ
them well, keeping them my forever, keeping them my forever. Declare no God but Allah, this messenger from Zion to prayer night, in day and night. Just as you say, Allah grave. Just as you say, Allah grave. Assalamu alaikum. Alaikum. Ayya, ayya, nawal masjid. Udul, udul, salli wa'bud, salli wa'bud. Ayya, ayya, kum fatawallahu wa'bud rabbak. Kabir, kabir, wasjud, wasjud, sabbih, sabbih. Ayya, ayya, kum fatawallahu wa'bud rabbak. Kabir, kabir, wasjud, wasjud, sabbih bil iman, bil iman. Hayya, hayya. Assalamualaikum. Alhamdulillah, assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. amma ba'd. സ്നേഹമുള്ള ഗുരുനാഥന്മാരെ, പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മദ്രസയുടെ വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും രണ്ടു വാക്ക് സംസാരിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ആദ്യമായി ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ ചെറുതായാലും അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം സ്വീകരിക്കണമെന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മതപഠനവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തൊലബുൽ ഇൽമു ഫരീളതൻ അലാ കുല്ലി മുസ്ലിം. അറിവ് തേടൽ എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി തീരണമെങ്കിൽ ഇസ്ലാം എന്താണെന്നും അതിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണെന്നും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം തന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ മുമ്പിൽ അവന് സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ ഇങ്ങനെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. മൻ സലക തരീഖൻ യൽതമിസ് ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിച്ച് ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗവും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ഇസ്ലാം അറിവിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കാരണം മതത്തെ സംബന്ധിച്ച് അറിവുള്ളവർ സമൂഹത്തിലുണ്ടായിരുന്നാൽ മാത്രമേ ഇസ്ലാമിക സമൂഹം നിലനിൽക്കുകയുള്ളൂ. മതത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ പഠിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Para
لا تنسنا إننا ندعو للجزاء هب لنا من الجنان والأمان نرجوك يا ربي رحيم لا تنسنا إننا ندعو للجزاء يا رحمن يا إله آتنا هدايا الورى لا تنسنا إننا ندعو للجزاء هب لنا من الجنان والأمان نرجوك يا ربي رحيم لا تنسنا إننا ندعو للجزاء يا رحمن يا إله آتنا هدايا الورى لا تحصينا في الحساب وانصرنا الله يا ويلنا لم ترنا آتي جنة لا تحصينا في الحساب وانصرنا الله يا ويلنا لم ترنا آتي جنة مالكنا رزقنا يا إلهي يا ذا الجلال مالكنا رزقنا يا إلهي يا ذا الجلال مالكنا رزقنا يا إلهي يا ذا الجلال يا رحمن يا إله آتنا هدايا الورى لا تنسنا إننا ندعو للجزاء هب لنا من الجنان والأمان نرجوك يا ربي رحيم لا تنسنا إننا ندعو للجزاء يا رحمن يا إله آتنا هدايا الورى لا تلقينا في الجحيم خالدينها يا هادي الناس لنا ساكنينها خالقنا رزقنا يا إلهي يا ذا الجلال خالقنا رزقنا يا إلهي يا ذا الجلال خالقنا رزقنا يا إلهي يا ذا الجلال يا رحمن يا إله آتنا هدايا الورى لا تنسنا إننا ندعو للجزاء هب لنا من الجنان والأمان نرجوك يا ربي رحيم لا تنسنا إننا ندعو للجزاء يا رحمن يا إله آتنا هدايا الورى لا تنسنا إننا ندعو للجزاء هب لنا من الجنان والأمان نرجوك يا ربي رحيم لا تنسنا إننا ندعو للجزاء لا تنسنا إننا ندعو للجزاء ഇസ്ലാമിക അബൂദ് ജാജി റളിയല്ലാഹു എന്ന സാഹിബിയുടെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന അബൂദുജാജിന്റെ കുടുംബം താമസിച്ചിരുന്നത് ഒരു കൊച്ചു കൂരയിലായിരുന്നു. കഠിനമായ അധ്വാനം കൊണ്ട് കിട്ടുന്ന ചില്ലിക്കാശുകൾ കൊണ്ടാണ് അബൂദുജാജ് തൻ്റെ കുടുംബം പുലർത്തുന്നത്. പട്ടിണി ആ വീട്ടുകാർക്ക് സുപരിചിതമായിട്ട് നാളുകളേറെ കഴിഞ്ഞിരിക്കുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന കരച്ചിലിനെ തുടർന്നുണ്ടാക്കുന്ന ക്ഷീണം കൊണ്ടാണ് കുട്ടികൾ ഉറങ്ങിയിരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഒരു കുബേരനായ ഒരു അറബിയുടെ തൊട്ടടുത്ത വളപ്പിലെ ഈന്തപ്പനകളിലെ പഴുത്ത പഴങ്ങൾ അബൂദുജാജിന്റെ കുരമുകളിൽ ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. രാവിലെ ധാരാളം പഴങ്ങൾ അബൂദുജാജിന്റെ വീടുമുറ്റത്ത് വീഴുമായിരുന്നു. വീണ് കിടന്നിരുന്ന പഴങ്ങൾ തൻ്റെ പിഞ്ചു മക്കൾ എടുത്തു കഴിക്കുമെന്നത് അബൂദുജാജിന് യാതൊരു സംശയമുണ്ടായിരുന്നില്ല. പട്ടിണി കിടന്നും മരിക്കാനിടയായാലും അന്യന്റെ മുതൽ അനുവാദം കൂടാതെ തൻ്റെ മക്കൾ ഭക്ഷിക്കുന്നത് ഓർക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. തൻ്റെ മക്കൾ പഴങ്ങൾ എടുത്തു കഴിക്കുമെന്നത് തടയാനുള്ള ശ്രമത്തിൽ സുബൈ നമസ്കാരത്തിന് പോലും പള്ളിയിലെത്താൻ അദ്ദേഹത്തിന്
ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന സഹാബിയുടെ കഷ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതെല്ലാം കേട്ടറിഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ഈന്തപ്പനത്തോട്ടം അറബിൽ നിന്ന് പൊന്നിന്റെ വിലയ്ക്ക് വാങ്ങി അബൂ ദുജാജിനും കുടുംബത്തിനും സമ്മാനിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സേവനത്തിന്റെ മാതൃക ജീവിതത്തിൽ പകർത്തി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. കേട്ടോ നീ മർത്യനണയും വാർത്ത, ഇല്ലല്ലോ എന്തോ എന്തോ എന്നോട് നീ ചൊല്ലുക വാർത്ത. ഈ ഭൂവിൽ ജീവിക്കും മർത്യരല്ല, ഇഹവും വേടിഞ്ഞിട്ട് യാത്രയാകും. കൂട്ടുകുടുംബങ്ങൾ സ്നേഹിതരും കൂടെ വരില്ലല്ലോ യാത്ര പോകാൻ. എന്തോരു കഷ്ടമ നിന്നാ ദിനം എന്നോട് നീവേ ചൊല്ലുക സഹി. ആർക്കും അറിയില്ലൻ സോദരി, ആരും വേടിഞ്ഞിട്ട് പോകും ദിനം. ആ ദിനം മർത്യന്റെ ജീവനായി അണയും മരക്കുകൾ ദൂതരായി. അന്നേര ഇളക സൗഖ്യങ്ങളെ അമ്പേ വെടിഞ്ഞം പോയിടുമോ? ഇന്നോളം നേടി സമ്പത്തുകൾ ഇല്ലേ എനിക്കും കൂട്ടുപോരാ. ഇല്ലല്ലോ നിൻ കൂടെ സമ്പത്തുകൾ, ഇഹമിൽ പാടുത്തുള്ള പൂമേടകൾ. മൂടിപ്പുതച്ചങ്ങ് പോകാൻ നേരം 3 തുണി കഷ്ണം മാത്രം നൽകും. ജീവിത പദയിൽ സൗഖ്യമേകാൻ ജീവിച്ചോരൻ സ്നേഹിതരായി 6 അടി മണ്ണിൽ കൂട്ടുകാരായി ആരും വരില്ലേ എൻ്റെ കൂടെ. മയ്യത്തെടുക്കുമ്പോൾ കൂടെ പോയോർ മണ്ണിൻ കുടീരത്തിൽ താഴ്ത്തി വയ്ക്കും. 3 പിടി മണ്ണ് കോരിയിടും, 3 സലാം ചൊല്ലി വേർപിരിയും. എൻ കൂടെ കൂടാനോ തരില്ല, എൻ്റെ കുടുംബം പോരുകില്ല. എന്തോരു കഷ്ടം നെമ്പുരാനെ, എൻ കുറ്റമെല്ലാം പോത്തിടണേ. നാദാ നീ ഞങ്ങൾക്കായി കിടണേ, നാളൊന്നും താനേ റഹ്മത്തുകൾ. സന്മാർഗപാതയെ കാട്ടിടണേ, സത്യസ്വരൂപം കനിഞ്ഞിടണേ. നാദാ നീ ഞങ്ങൾക്കായി കിടണേ, നാളൊന്നും താനേ റഹ്മത്തുകൾ. സന്മാർഗപാതയെ കാട്ടിടണേ, സത്യസ്വരൂപം കനിഞ്ഞിടണേ. അസ്സലാമു അലൈക്കും. അസ്സലാമു ഞങ്ങൾക്കുണ്ടൊരു പൂവാലി, പൂവാലുള്ളൊരു പൂവാലി, പുല്ലുണ്ണുന്നൊരു പൂവാലി, നല്ലൊരു പുള്ളിൽ പൂവാലി, പാല് ചുലക്കും പൂവാലി, പാല് മുലക്കും പൂവാലി, കൊമ്പുകളുള്ളൊരു പൂവാലി, വങ്ങില്ലാത്തൊരു പൂവാലി, പൂവാനുള്ളൊരു പൂവാലി, ഞങ്ങൾക്കുണ്ടൊരു പൂവാലി, ചന്തമരുന്നൊരു പൂവാലി, ശാന്തം പാവം പൂവാലി. അസ്സലാമു അലൈക്കും. Tingle it in Sha, I wonder what you are up above the bed, so I like a lemon in the sky. Assalamu alaikum. പുന്നാരും നെന്മാതൻ കേദാരം ഉമ്മച്ചിയാണല്ലോ പിരിശത്തിനാധാരം. ഉമ്മ വിളയുന്ന മനസ്സ് പൂങ്കാവാരം, ഉള്ളിൽ നിന്നുയരുന്നു സ്നേഹത്തിൽ
പുന്നാരും നെന്മാതൻ കേദാരം ഉമ്മച്ചിയാണല്ലോ പിരിശത്തിനാധാരം. പ്രശാന്തിതൻ പ്രഭ ചൊരിഞ്ഞു നീങ്ങിടാം മാനസായുരട്ടിടും പകർപ്പുകൾ ചുരുളുകൾ പകർത്തു നീക്കി സ്നേഹ നീ തെളിച്ചിടാം സഹജരെ. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹന്തയന്ത്രങ്കുശം തുറന്നുണർന്ന സ്വാർത്ഥത അതിക്രമം പെരുകിടും മനയിച്ച ചിന്ത സർവതും തകർത്ത് ധർമ്മബോധമുള്ള കടം പടുക്കുവാൻ പടച്ചനാഥനേകനെ നമിച്ചു നാം സ്തുതിച്ചിടാം. പടച്ചനാഥനേകനെ നമിച്ചു നാം സ്തുതിച്ചിടാം. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നടുക്കിടുന്ന സ്ഫോടനം തകർത്തിടുന്ന ദിക്കുകൾ പിടഞ്ഞു വീണൊടുങ്ങിടുന്ന മധ്യജീവിതങ്ങൾ മനുഷ്യ മക്കളെ വധിക്കുവാൻ ഒരുങ്ങിടുന്ന രാക്ഷസ പ്രതീക്ഷകൾക്ക് നാശമേ. രാമയിലണി നിരന്ന തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭൂമി ലോകമിൽ സമത്വഭാവവും സുശാന്തിയും വിളങ്ങിടാനുദിച്ചു മന്ത്രമാമതത്തിനെ പുൽകിടാം പതിർപ്പൊതുക്കി മാറ്റിടാം വിശുദ്ധനെ സരണിയടുത്തു നീടാം. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശാശ്വതമാം ശാന്തി തന്മൊഴികളൊക്കെ സോദര ദൈവികമാം ദർശനം ഏകദൈവ ദർശനം. വിദ്യാർത്ഥികൾ വരുന്നിതാ MSMൽ പടയണി നാശദാനശംസകൾ തുടച്ചു നീക്കി നീങ്ങിടാം. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലാലയ വളപ്പിലും കൗമാര യൗവനങ്ങളും ദുഷിച്ചു ജീർണമാമഴുക്കുകൾ ഭീകരം. നിഷേധ ചിന്തി നീക്കി ദൈവബോധനം നടത്തിടാം. അനശ്വരാജയത്തിനാൽ സുധർമ്മപാതയിടാം. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. തലവിഷം പുരട്ടിടുന്ന TV മാധ്യമങ്ങളും തലയ്ക്ക് ഭ്രാന്ത് ബാധയായ കിറുകിറുക്ക് കളികളും സ്വയം മറന്ന് ബോധമറ്റ് പോയിടുന്ന കൂട്ടരെ നമുക്ക് ധർമ്മജീവിതം നയിച്ചു വീണ്ടെടുത്തിടാം. നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏക
ഏകനാം പടച്ചവന്റെ സൃഷ്ടികൾ മനുഷ്യർ നാം ആദ്യ പിതാവാദമിന്റെ മക്കളായ സോദരൻ വർണ്ണ വർഗഭേദമെന്ന മിഥ്യകളൊക്കെയും മറന്നിടാം ഒരേ വഴിയിലൊന്നു ചേർന്നു നിന്നിടാം നന്മയിലണി നിരന്നു തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മസ്ജിദുകൾ ചർച്ചുകൾ മഠങ്ങളും ക്ഷേത്രങ്ങളും തകർത്തിടാതെ കാത്തിടാൻ വിശുദ്ധ ദേവദർശനം പരസ്പരാദരം സുഹൃജന മനോഹരികളും പുലർത്തിടാൻ പറഞ്ഞതോ തിരുനബി മുഹമ്മദും നന്മയിലണി നിരന്ന് തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം ബാലവേദിയമ്മസം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നന്മയിലണി നിരന്നു തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്നു ബാലവേദിയമ്മസം ബാലവേദിയമ്മസം ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നന്മയിലണി നിരന്നു തിന്മയെ തുരത്തുവാൻ മാർഗദീപമേന്തി വന്ന് ബാലവേദിയമ്മസം 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 ബാലവേദിയമ്മസം. വാനിൽ പൂക്കും വാർമഴവിൽ വർണ്ണം പൂശിയതാരാണ് പൂമ്പാറ്റകളുടെ കുഞ്ഞിച്ചിറൈ ചന്ദൻ ചാത്തിയതാരാണ് തൊടിൽ വിരി ഉന്നിപ്പൂവിന് നിറം വേകിയതാരാണ് കിളികൾക്കെന്നും പാടി രസിക്കാൻ വെളുകളേകിയതാരാണ് എല്ലാമല്ല ചങ്ങാതികളെ അല്ലാഹുവേക്കിയ ദാനങ്ങൾ അല്ലാഹുവേക്കിയ ദാനങ്ങൾ പാരി നമ്മൾ കാണുന്നു അല്ലാഹുവേക്കിയ അസ്സലാമു മുഹമ്മദ് സല്ലല്ലാഹു അഹമ്മദ് ഉമ്മി ഉർസിലുൽ ഹാക്കം ഖിയാമത്ത് മുൻപിൽ ഉർഷിദുൽ ഹാക്കം അർസലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അഹമ്മദ് ഉമ്മി ഉർസിലുൽ ഹാക്കം ഖിയാമത്ത് മുൻപിൽ ഉർഷിദുൽ ഹാക്കം. ولد محمد أهل المكة محمد مالك عبد الله ولد محمد أهل المكة محمد مالك عبد الله نبوة كان أربع نظر ضلالة زالا بين قريش ضلالة زالا بين قريش دعوة محمد صلى الله نشرت قرآن نور الله دعوة محمد صلى الله نشرت قرآن نور الله أرسل الله محمد صلى الله أحمد أمي أرسل الحاكم قيامة منزل أرسل الحاكم. تحيار قريشي الأول ضربا في الفرقان تحيار قريان الأعجب ذكرى في الأمان تحيار قريشي الأول ضربا في الفرقان تحيار قريان الأعجب ذكرى في الأمان. كتابنا ولقيم أعجب لله رسولنا بصر فرقان الحمد لله عقائد كل أكفر ثقافة كل أكفر سنة محمد عالم لله أرسل الله محمد صلى الله أحمد أمي أرسل الحاكم قيامة منزل أرشد الحاكم. السلام عليكم.
കൊട്ടാരത്തിലെ ഒരു വേലക്കാരുടെ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം രാജകുമാരുടെ മുടിച്ചുകുന്നതിനിടയിൽ അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്ത് വീണു. തത്സമയം അവർ ബിസ്മില്ല എന്ന് ഉച്ചരിച്ചു. എൻ്റെ പിതാവോ? രാജകുമാരി ചോദിച്ചു. അല്ല, എൻ്റെയും നിൻ്റെയും പിതാവിൻ്റെയും എല്ലാവരുടെയും രക്ഷിതാവായ അള്ളാഹു. അപ്പോൾ രാജകുമാരി പറഞ്ഞു, ഞാനിത് പിതാവിനോട് പറയും. അങ്ങനെയാകട്ടെ, വേലക്കാരിയും പറഞ്ഞു. അവൾ വേഗം ചെന്ന് പിതാവിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഫിറോൻ അവളെ വിളിച്ചു വരുത്തി ചോദിച്ചു, എടി, നിനക്ക് ഞാനല്ലാതെ മറ്റൊരു പിതാവുണ്ടോ? അപ്പോൾ വേലക്കാരി പറഞ്ഞു, ഉണ്ട്, എൻ്റെയും അങ്ങയുടെയും രക്ഷിതാവ് അള്ളാഹു ആണ്. അവർ തൻ്റെ വിശ്വാസം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഫിറോൻ ഒരു ചെമ്പരിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അത് ചൂടാക്കി. എന്നിട്ട് അവളെയും മക്കളെയും അതിലിടാൻ ഫിറോൻ ആജ്ഞാപിച്ചു. അപ്പോൾ വേലക്കാരി അഭ്യർത്ഥിച്ചു, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് നിന്റെ അപേക്ഷ? ഫിറോൻ ചോദിച്ചു. എൻ്റെയും മക്കളുടെയും എല്ലുകൾ ഒരു തുണിയിൽ ശേഖരിച്ച് മറമാടണമെന്നാണ് എൻ്റെ അപേക്ഷ. അത് ഞങ്ങൾ ഏറ്റു. അങ്ങനെ കുട്ടികളെ ഓരോരുത്തരായി മാതാവിൻ്റെ കൺമുമ്പാകെ ഉരുളിയിലേക്ക് ഇട്ടു. അവസാനം മുലകുടി മാറാത്ത പിഞ്ചുപുത്രൻ്റെ ഊഴമായിരുന്നു അത്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉമ്മ, മുന്നോട്ട്. ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിലെ ശിക്ഷയേക്കാൾ നിസ്സാരമാണ് എന്നും പറഞ്ഞ് കുട്ടി മുന്നോട്ട് നടന്നു. അങ്ങനെ ഉഗ്രപ്രതാപനായ ഫിറോൻ ആ വേലക്കാരുടെ മുമ്പിൽ തോറ്റു. അവരുടെ പീഡനങ്ങൾ ആ സ്ത്രീയെ പിന്തിരിപ്പിച്ചില്ല. മഹിളാ ലോകത്തിന് മാത്രമല്ല, മാനവരാശിക്ക് പൊതുവെ അഭിമാനിക്കാവുന്ന ഒരു ധീരകൃത്യമാണ് ഇത്. കൂട്ടുകാരെ, തൗഹീദിനു വേണ്ടി പോരാടാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എങ്ങോട്ടു പോകുന്നു സോദരാ നീ? കുട്ടയും വട്ടിയും ചട്ടിയുമായി ചിരിയൊന്നും കൂടാതെ ചൊല്ലുമേടാ. എങ്ങോട്ടാണെന്തിനാ നിന്റെ യാത്ര? അറിഞ്ഞില്ലേ അയലത്തെ പട്ടണത്തിൽ നേർച്ച നടക്കുന്ന ദിനമാണെടാ. ഇന്നത്തെ രാത്രിയിൽ കാണേണ്ടതാ, നേർച്ച സ്ഥലത്തൊന്നു പോകേണ്ടതാ. കുഴലുത്തുണ്ടുണ്ടുണ്ടും ചണ്ടമുട്ടും കത്തിച്ചിരിപ്പയും വെടിമരുന്നും യുവതി യുവാക്കളെ സിനിമാറ്റിക്കും ഗജവീരന്മാരുടെ കമ്പടിയും. വേണ്ട, കേട്ടിടണ്ട ഈ വാർത്തകൾ, ദീനിനെ അപമാനിക്കും വാർത്തകൾ. ഇത്തരം നേർച്ചകൾ ദീനിലില്ല, ദീനിലെ നേർച്ച ഇതൊന്നുമല്ല. ഗബറാളിക്കർപ്പിക്കും നേർച്ചകളും ഗബറാളിയോടുള്ള തേട്ടങ്ങളും അല്ലാ പൊറുക്കാത്ത ശിർക്കാണെടാ. സൂക്ഷിച്ചോ എൻ പ്രിയ കൂട്ടുകാരാ. റബ്ബേ നീ കാക്കണേ തമ്പുരാനെ, പാപം പൊറുക്കണേ തമ്പുരാനെ. റഹ്മത്ത് ഞങ്ങളിൽ ചൊരിയണമേ, ഞങ്ങളെ സ്വർഗത്തിൽ ചേർത്തിടണേ. അസ്സലാമു അലൈക്കും. പോലും കണ്ടാലറിയാത്ത നാടാണ് നാടാണ് മഹിഷറ. ഉള്ളു കിടുങ്ങി നട്ടം തിരിയുന്ന നാടാണ് നാടാണ് മഹിഷറ. ഉരുകിയൊലിക്കും ചെമ്പൂതറയിലെ ചൂടാണ് ചൂടാണ് മഹിഷറ. ഉടുപുടയില്ല എന്നിട്ടും നാണം അറിയാത്ത തിരിയാത്ത മഹിഷറ. ഇൻസും ജിന്നുകൾ നഫ്സി നഫ്സി എന്നോതും അന്നോതും മഹിഷറ. ഇടം കയ്യിലോ ഏട് വലം കയ്യിലോ എന്നോർത്ത് പേടിക്കും മഹിഷറ. നന്മയും തിന്മയും തൂക്കിക്കുറിക്കുന്ന പേരാണ് നേരാണ് മഹിഷറ. നരകവും സ്വർഗവും വേർതിരിച്ചിടുന്ന വീടാണ് വീടാണ് മഹിഷറ. മുത്ത് റസൂലുള്ള മധുരിക്കും വെള്ളം സമ്മാനമേകിടും മഹിഷറ. മുത്തക്കിമാരൻ അർശിന്റെ ചോട്ടിൽ ആനന്ദം കൊണ്ടിടും മഹിഷറ. ഒരു ചാൺമുകളിൽ സൂര്യൻ ജ്വലിക്കുന്ന ഹാലാണ് ഹാലാണ് മഹിഷറ. അഹദോന്റെ കാവൽ മാത്രം തുണയാകും
അസ്സലാമു അലൈക്കും. പുളകിതരാം പൂമ്പാറ്റകളായി പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. പുളകിതരാം പൂമ്പാറ്റകളായി പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. തീർക്കുക തീർക്കുക ഞങ്ങൾക്കായി ഇവിടെ പുതിയൊരു ലോകം. പാവ തരുമ്പോൾ പാലു തരുമ്പോൾ നൽകുക നല്ലൊരു ലോകം. തീർക്കുക തീർക്കുക ഞങ്ങൾക്കായി ഇവിടെ പുതിയൊരു ലോകം. പാവ തരുമ്പോൾ പാലു തരുമ്പോൾ നൽകുക നല്ലൊരു ലോകം. പുളകിതരാം പൂമ്പാറ്റകളായി പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. നീക്കുക നീക്കുക ഞങ്ങൾക്കായി ചിതറിയ കല്ലും മുള്ളും. ലഹരി വരുമ്പോൾ തലതിരിയുമ്പോൾ നൽകുക തേനിൻ മൊഴികൾ. നീക്കുക നീക്കുക ഞങ്ങൾക്കായി ചിതറിയ കല്ലും മുള്ളും. ലഹരി വരുമ്പോൾ തലതിരിയുമ്പോൾ നൽകുക തേനിൻ മൊഴികൾ. പുളകിതരാം പൂമ്പാറ്റകളാൽ പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. കേൾക്കുക കേൾക്കുക വേഗം നിങ്ങൾ ശിർക്കിൻ മാന്ത്രിക ശബ്ദം. ആൾ ദൈവങ്ങൾ ആചാരങ്ങൾ നൽകുക സത്യവെളിച്ചം. കേൾക്കുക കേൾക്കുക വേഗം നിങ്ങൾ ശിർക്കിൻ മാന്ത്രിക ശബ്ദം. ആൾ ദൈവങ്ങൾ ആചാരങ്ങൾ നൽകുക സത്യവെളിച്ചം. പുളകിതരാം പൂമ്പാറ്റകളാൽ പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. കാണുക കാണുക ചുറ്റും നിങ്ങൾ സ്ക്രീനിൽ തെളിയും രൂപം. നാശം വിതറും മരണം നൽകും വലിച്ചു നീക്കുക മുമ്പേ. കാണുക കാണുക ചുറ്റും നിങ്ങൾ സ്ക്രീനിൽ തെളിയും രൂപം. നാശം വിതറും മരണം നൽകും വലിച്ചു നീക്കുക മുമ്പേ. പുളകിതരാം പൂമ്പാറ്റകളാൽ പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. പുളകിതരാം പൂമ്പാറ്റകളാൽ പൂവുകളിൽ പൂവാടികളിൽ പുൽത്തേനുകളിൽ പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ, പാറുകയാണു ഞങ്ങൾ, പാടുകയാണു ഞങ്ങൾ. അസ്സലാമു അലൈക്കും. ഹുദ്ഹുദ പക്ഷി ഇക്കട് പാട് ഹുദ്ഹുദ കുടുംബത്തെ ഹുദ്ഹുദ ഇക്കട് പാട് ഹുദ്ഹുദ കുടുംബത്തെ ഹുദ്ഹുദ തൗഹീദിന്റെ കിദ്മത്തേറ്റുവാ റബ്ബിൻ അഗ്നിടുമാൻ കനി കൊണ്ടുവാ റബ്ബിൻ
അഗ്നിയോടുമാൻ കനി കൊണ്ടുവാ. അല്ലാഹുവൻ എല്ലാവർക്കും നാഥൻ ജല്ലലായുള്ള റബ്ബ് റഹ്മാൻ. അല്ലാഹുവൻ എല്ലാവർക്കും നാഥൻ ജല്ലലായ ഉള്ള റബ്ബ് റഹ്മാൻ. എന്നുള്ള കൊണ്ടാത്ത പുതുപുഴ പക്ഷി ചിറക് വീശി പടർന്ന് പാടിവാ. കരളിലാകെ ഇമാനിൻ്റെ മധുണർത്തിത്ത, കരളിലാകെ ഇമാനിൻ്റെ മധുണർത്തിത്ത. വാക്കിളിയേ വാ, വാക്കിളിയേ വാ, വാക്കിളിയേ വാ, വാക്കിളിയേ വാ. പുതുഹുദ പുതുഹുദ പുതുപുഴ പക്ഷി ഇക്കട് പാട് ഹുദുഹുദ കുടുംബത്തെ ഹുദുഹുദ. ഇക്കട് പാട് ഹുദുഹുദ കുടുംബത്തെ ഹുദുഹുദ. തൗഹീദിൻ്റെ കിതുമത്തേറ്റുവാ. റബ്ബിൻ അഗ്നിയോടുമാൻ കനി കൊണ്ടുവാ. റബ്ബിൻ അഗ്നിയോടുമാൻ കനി കൊണ്ടുവാ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിൻ ദീപങ്ങൾ കൈകളിലേന്തി ജാഹിലിയത്തിൻ ഇരുളുകൾ നീക്കാൻ വന്നിത ഞങ്ങൾ. ഇൽമിൻ വെള്ളി വെളിച്ചം ഞങ്ങളിലെന്നും ചൊരിയണം കോനേ. കൈകൾ കൊട്ടി പാട്ടും പാടി ഇസ്ലാമിൻ ദീപങ്ങൾ കൈകളിലേന്തി ജാഹിലിയത്തിൻ ഇരുളുകൾ നീക്കാൻ വന്നിത ഞങ്ങൾ. ഇൽമിൻ വെള്ളി വെളിച്ചം ഞങ്ങളിലെന്നും ചൊരിയണം കോനേ. വാർഷിക സുദിനത്തിൻ വേദിയിൽ ഈ അസുലഭ സുരബില സുദിനമിതിൽ ഈ സുന്ദര മുഹൂർത്തത്തെ ധന്യമാക്കും കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം, കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. ഈ വാർഷിക സുദിനത്തിൻ വേദിയിൽ ഈ അസുലഭ സുരബില സുദിനമിതിൽ ഈ സുന്ദര മുഹൂർത്തത്തെ ധന്യമാക്കും കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം, കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം, കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ആനന്ദം. ഖുർആനിൻ വചനങ്ങൾ ഖുറൈശികൾ അറിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നില്ലേ പലരും. ജഹ്ലൊക്കെ വെടിഞ്ഞിട്ട് ജിഹാദിന്റെ പാതയിൽ അവരങ്ങ് നീങ്ങിയില്ലേ. ജീവിതം അതിനായി നീക്കിയില്ലേ. ഖുർആനിൻ വചനങ്ങൾ ഖുറൈശികൾ അറിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നില്ലേ പലരും. ജഹ്ലൊക്കെ വെടിഞ്ഞിട്ട് ജിഹാദിന്റെ പാതയിൽ അവരങ്ങ് നീങ്ങിയില്ലേ. ജീവിതം അതിനായി നീങ്ങിയില്ലേ. ഖുർആനിൻ വചനങ്ങൾ ഒന്ന് പഠിക്കൂ. തൗഹീദിൻ മന്ത്രം മണ്ണിലുയർത്തൂ. ഖുർആനിൻ വചനങ്ങൾ ഒന്ന് പഠിക്കൂ. തൗഹീദിൻ മന്ത്രം മണ്ണിലുയർത്തൂ. അന്ത്യപ്രവാചകൻ നമ്മുടെ
യസിരിബിലെത്തിയ നബി തങ്ങളെ അവിടുത്തുകാർ ആദരിച്ചു പരലോകത്തിൻ്റെ രക്ഷയ്ക്കായി സർവ്വതും അവർ സമർപ്പിച്ചു ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തിടാൻ മുസ്ലിമാകും നമ്മളൊക്കെ കഴിവതും ശ്രമിച്ചിടണേ അല്ലാഹുവേ നിന്റെ ഫളിലും റഹ്മത്തും ചൊരിയണം റഹ്മാനേ അഗതികളിൽ തോനെ വിശ്വമാകെയുള്ള വിശ്വാസികളിലും ശാശ്വത സ്വർഗത്തിൽ ആശ്വാസമേകല്ല അല്ലാഹ്